ബിഗ് ബോസ് മലയാളം സീസൺ 8 അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ 8 ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റുമായിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ബിഗ് ബോസ് മലയാളം സീസൺ 8ലേക്ക് കോമണേഴ്സിനെ സെലക്ട് ചെയ്യുന്ന അഗ്നിപരീക്ഷ പ്രോഗ്രാം ഈ മാസം 25-ാം തീയതി ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യാണ്. അതായത് ജൂലൈ 25-ാം തീയതി ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യും. അടുത്ത മാസം ഓഗസ്റ്റ് 1-ാം തീയതി മുതൽ ഈ ഒരു അഗ്നിപരീക്ഷ നമുക്ക് ഏഷ്യാനെറ്റിൽ കാണാനായിട്ട് സാധിക്കും. ഈ ഒരു പ്രോഗ്രാമിലേക്ക് പങ്കെടുക്കാനായിട്ട് 30 പേരെയാണ് ഇതുവരെ ബിഗ് ബോസ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഈ ഒരു 30 കണ്ടസ്റ്റൻസിനും ഇപ്പോൾ ഒഫീഷ്യൽ ആയിട്ടുള്ള കൺഫർമേഷൻ മെയിലും ബിഗ് ബോസിന്റെ ഭാഗത്ത് നിന്ന് അയച്ചിട്ടുണ്ട്. ഏകദേശം 200ഓളം വരുന്ന കോമണേഴ്സിൽ നിന്നാണ് ഈ ഒരു 30 പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം നമുക്ക് ഓഗസ്റ്റ് മാസം 1-ാം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഈ പറയുന്ന ജൂലൈ 25-ാം തീയതി മുതൽ ഇതിന്റെ ഷൂട്ടിങ്ങും സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഈ ഒരു പ്രോഗ്രാമിന്റെ ഡ്യൂറേഷൻ ഏകദേശം ഓഗസ്റ്റ് മാസം 15-ാം തീയതി ഒക്കെ ആയിരിക്കും നമുക്ക് ഈ പറയുന്ന അഗ്നിപരീക്ഷ എൻഡ് ആവാനായിട്ട് പോകുന്നത്. ഈ ഒരു അഗ്നിപരീക്ഷയിൽ നിന്ന് ഏകദേശം 5-6 കോമണേഴ്സിനെ ഡയറക്റ്റ് ബിഗ് ബോസ് മലയാളം സീസൺ 8ലേക്ക് സെലക്ട് ചെയ്യുന്നതായിരിക്കും. അതിന്റെ സെലക്ഷൻ പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത് അഗ്നിപരീക്ഷ പ്രോഗ്രാമിൽ ജഡ്ജസ് ആയിട്ട് വരുന്ന ബിഗ് ബോസിലെ പഴയ കണ്ടസ്റ്റൻസ് 3 പേരെ കോമണേഴ്സ് ആയിട്ട് ബിഗ് ബോസിലേക്ക് സെലക്ട് ചെയ്യും. അതുപോലെ തന്നെ വോട്ടിങ്ങിന്റെ അടിസ്ഥാനത്തിൽ 3 പേരെ സെലക്ട് ചെയ്യും എന്നുള്ളൊരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ കിട്ടുന്നത്. അങ്ങനെ 5-6 കോമണേഴ്സ് ആയിരിക്കും ഈ വരുന്ന സെപ്റ്റംബർ 6-ാം തീയതി സ്റ്റാർട്ട് ചെയ്യാനിരിക്കുന്ന ബിഗ് ബോസ് മലയാളം സീസൺ 8ൽ പങ്കെടുക്കാനായിട്ട് എത്തുന്നത്. ഈ പറയുന്ന അഗ്നിപരീക്ഷയിൽ നിന്ന് സെലക്ട് ആയ 5 പേരും സെപ്റ്റംബർ 1-ാം തീയതിയൊക്കെ ആയിട്ട് ഈ പറയുന്ന ബിഗ് ബോസിന്റെ കൺഫർമേഷൻ ഒക്കെ കിട്ടി സെറ്റിൽ എത്തിച്ചേരുന്നതായിരിക്കും. ബിഗ് ബോസ് മലയാളം സീസൺ 8 സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത് സെപ്റ്റംബർ മാസം 6-ാം തീയതിയാണ്. അപ്പോൾ ഏകദേശം 30 പേരെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു 30 പേരിൽ തന്നെ കോമണേഴ്സിൽ തന്നെ ഈ പറയുന്ന പോലെ സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് ജനങ്ങൾക്ക് കുറച്ചു പേർക്കൊക്കെ അറിയുന്ന പല വ്യക്തികളും ഈ ഒരു കോമണേഴ്സിന്റെ ഭാഗമായിട്ട് ഇടം പിടിച്ചിട്ടുണ്ട്. അപ്പൊ ഈ പറയുന്ന എല്ലാവരും ഒന്നിച്ച് അഗ്നിപരീക്ഷ പ്രോഗ്രാമിൽ ഒത്തുചേരാൻ പോവുകയാണ്. ഈ പറയുന്ന പോലെ ജൂലൈ 25-ാം തീയതി ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യും. ആങ്കർ ആയിട്ടും ഈ ഒരു അഗ്നിപരീക്ഷ പ്രോഗ്രാമിന്റെ ജഡ്ജസ് ആയിട്ടും ബിഗ് ബോസിലെ പഴയ കണ്ടസ്റ്റൻസ് ആയിരിക്കും വരുന്നത്. ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള 3 പേരാണ്. ഒന്ന് കോമണർ ആയിട്ടുള്ള അനീഷ് ഏട്ടൻ, ഈ കഴിഞ്ഞ ബിഗ് ബോസ് മലയാളം സീസൺ 7ലേത്. അതിനു മുമ്പുള്ള നമ്മുടെ സീസൺ 5ലെ വിന്നർ അഖിൽ മാരാർ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. സീസൺ 1ലെ വിന്നർ സാബു മോനും ഈ ഒരു പ്രോഗ്രാമിന്റെ ജഡ്ജസ് ആയിട്ട് വരാനായിട്ടാണ് ഇപ്പൊ സാധ്യത ഏറ്റവും കൂടുതൽ കാണുന്നത്. ദെൻ അടുത്തതായിട്ട് ഈ ഒരു പ്രോഗ്രാമിന്റെ ആങ്കർ ആയിട്ട് വരാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒന്നാമത്തെ ആള് ഈ പറയുന്ന നമ്മുടെ ആര്യ ബഡായി ആയിരിക്കും. ആര്യ ബഡായി അല്ലെങ്കിൽ ഈ പറയുന്ന ശ്വേതാ മേനോനോ ഈ പറയുന്ന രഞ്ജിനി ഹരിദാസോ ഇതിന്റെ ആങ്കർ ആയിട്ട് വരാനായിട്ടാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ സാധ്യത കാണുന്നത്. ഏറ്റവും കൂടുതൽ ചാൻസ് ഈ പറയുന്ന ആര്യ ബഡായിക്ക് തന്നെ ആയിരിക്കും. നമുക്ക് നോക്കാം ആരായിരിക്കും ഈ ഒരു പ്രോഗ്രാമിന്റെ ആങ്കർ ആയിട്ട് വരാനായിട്ട് പോകുന്നത്. ഏകദേശം ഒരു 15 എപ്പിസോഡൊക്കെ ആയിരിക്കും ഇതിന്റെ ഡ്യൂറേഷൻ ഒക്കെ വരുന്നത്. അപ്പോൾ ഈ പറയുന്ന സ്റ്റാർ സിംഗറിന്റെ സീസൺ 10 ഒക്കെ അതിനു മുമ്പായിട്ട് ഗ്രാൻഡ് ഫിനാലെയൊക്കെ അവസാനിച്ച് അതിന്റെ പരിപാടികളൊക്കെ ഏകദേശം തീരും. അതിനുശേഷമൊക്കെ ആയിരിക്കും ബിഗ് ബോസ് ഒക്കെ വരാനായിട്ട് പോകുന്നത്. അപ്പൊ ഈ പറയുന്ന പോലെ ബിഗ് ബോസ് മലയാളം സീസൺ 8ന്റെ ഗ്രാൻഡ് ലോഞ്ചിങ് തീരുമാനിച്ചിരിക്കുന്നത് സെപ്റ്റംബർ മാസം 6-ാം തീയതി സൺഡേ ആണ്. അതുപോലെ തന്നെ ഈ പറയുന്ന അഗ്നിപരീക്ഷയുടെ ഗ്രാൻഡ് ലോഞ്ചിങ് ഈ പറയുന്ന ഓഗസ്റ്റ് മാസം 1-ാം തീയതിയുമാണ്. ഈ പറയുന്ന ജൂലൈ 25-ാം തീയതി അഗ്നിപരീക്ഷയുടെ ഷൂട്ടിംഗ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പൊ കൃത്യമായിട്ടുള്ള അപ്ഡേറ്റ് ആണ്, 100% കൺഫേംഡ് ആണ്. ഇതിനകത്ത് യാതൊരു മാറ്റവുമില്ല. കോമണേഴ്സിന് 30 പേരെ അപ്പൊ സെലക്ട് ചെയ്തിട്ടുണ്ട്. ബിഗ് ബോസ് മലയാളം സീസൺ 8 ബന്ധപ്പെട്ടുകൊണ്ട് മറ്റൊരു അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. താങ്ക്